നമസ്കാരം. എൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ചെർപ്പുളശ്ശേരിയിലൂടെയാണ്. ചെർപ്പുളശ്ശേരിയെ കുറിച്ചിട്ടുള്ള അതിന്റെ ചരിത്രവും വിശേഷങ്ങളൊക്കെ പഴയ ചില വീഡിയോകളിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. എന്തായാലും ചെർപ്പുളശ്ശേരിയെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ചെർപ്പുളശ്ശേരിയിലെ അയ്യപ്പൻകാവിനെ കുറിച്ചാണ് പരാമർശിക്കേണ്ടത്. നമ്മൾ പോകുന്ന ഈ റോഡിന്റെ ഇടതുവശത്തായിട്ട് ആ കാണുന്നതാണ് അയ്യപ്പൻകാവ്. ഈ ആർച്ച് അയ്യപ്പൻകാവിന്റെയാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. മലബാറിലെ ശബരിമല എന്ന രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വിവാഹങ്ങൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. സാധാരണഗതിയിൽ അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയാണ്, സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നൊക്കെയാണല്ലോ, ശബരിമലയിലൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ ഇവിടെ അതിനൊക്കെ അനുവദനീയമാണ്. അതുപോലെ തന്നെ ചെർപ്പുളശ്ശേരിയെ കുറിച്ച് പറയുമ്പോൾ, ആ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടിട്ട്. അതൊരു വീടായിരുന്നു, പിന്നീട് ക്ഷേത്രമായി മാറിയതാണ് എന്നൊക്കെ വായിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ ഐതിഹ്യത്തെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇപ്പൊ നമ്മൾ പോകുന്നത് ചെർപ്പുളശ്ശേരിയുടെ സ്ഥിരാകേന്ദ്രം അല്ലെങ്കിൽ ടൗണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ചെർപ്പുളശ്ശേരിയുടെ ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ റോഡിന്റെ വലതുവശത്തായിട്ടാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പൊ ഇവിടെ നിന്ന് ഒരു റോഡ് ഒറ്റപ്പാലത്തേക്ക് പോകുന്നുണ്ട്, ഒരു റോഡ് പാലക്കാട് ഭാഗത്തേക്ക്. അപ്പോ ഈ പോകുന്ന ആ സ്കൂട്ടർ പോയ ആ റോഡ് എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന റോഡിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ടാണ്. അത് സ്കൂളിന്റെ മുന്നിലൂടെയുള്ള യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ റോഡാണ് കേട്ടോ. അത് കൂടെ നമ്മള് വലിയ വണ്ടിയായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പെരിന്തൽമണ്ണ തൂത ആ ഭാഗത്തേക്ക് പോകുന്നവർക്ക് ആ റോഡിലൂടെ പോകാം. പഴയ ബ്രിട്ടീഷ് മലബാറിന്റെ തെക്കൻ പ്രദേശങ്ങളിലെ ഒരു ഭരണകേന്ദ്രമായിരുന്നു ചെർപ്പുളശ്ശേരി. ഇപ്പൊ പണ്ട് കാലത്ത് പന്നിയംകുരിശി, ചെർപ്പുളശ്ശേരി പ്രദേശങ്ങൾ ചേർന്നതാണ് ചെർപ്പുളശ്ശേരി. വീട്ടിക്കാട്ട് മുതൽ കച്ചേരിക്കുന്ന്, പുത്തനാൽക്കലും നരിപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം പന്നിയംകുരിശിയിലും, അതുപോലെ നമ്മൾ കടന്നു വന്ന കാവുവട്ടം, തെക്കുമുറി അടങ്ങുന്ന പ്രദേശങ്ങളും ഒക്കെ ഈ ചെർപ്പുളശ്ശേരിയിൽ പെടുത്തിയിട്ടുണ്ട്. AD 1860 വരെ നെടുങ്കനാടിന്റെ ഭാഗമായിരുന്നു ചെർപ്പുളശ്ശേരി. നെടുങ്കനാടിനെ വള്ളുവനാട്ടിൽ ലയിപ്പിച്ചതിന് ശേഷം ചെർപ്പുളശ്ശേരിയിൽ ബ്രിട്ടീഷുകാര് രജിസ്ട്രാർ ഓഫീസ് പണിതു. മലബാറിന്റെ ഡിവിഷണൽ ആസ്ഥാനം ചെർപ്പുളശ്ശേരിയിലായിരുന്നു. അക്കാലത്തെ കെട്ടിടത്തിൽ തന്നെയാണ് ഇപ്പോഴും ചെർപ്പുളശ്ശേരി രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധം നടത്തിയ രവിവർമ്മമാരെയൊക്കെ വിചാരണ ചെയ്ത് ഇവിടെയാണ്. അതുപോലെ തന്നെ പാലക്കാട് കൊമ്പിയച്ഛനെ കൊണ്ടുവന്ന് വിചാരണ ചെയ്തത് ഇവിടുത്തെ ഈ കോടതിയിലൊക്കെ ആയിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ആ വീഡിയോകളിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. 1766 ടിപ്പുവിന്റെ പടയോട്ടം മലബാർ മേഖലയിലൂടെ കടന്നു പോയത് ചെർപ്പുളശ്ശേരിയിലൂടെ ആയിരുന്നു. ഇപ്പോ പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ചെർപ്പുളശ്ശേരി. ഈ ചെർപ്പുളശ്ശേരി എന്നുള്ള പേര് ലഭിക്കാനുള്ള കാരണം, ചേർ എന്ന് പറഞ്ഞാൽ അത് പുലാശ്ശേരി കോവിലകം ആയിരുന്നോളോ, അവിടുന്നാണല്ലോ ഭരിച്ചിരുന്നത്. അതിന്റെ കിഴക്ക് വശം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, പുത്തനാലിക്കൽ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതും വളരെ ഫേമസ് ആണ്. അവിടെ കാളവേലയൊക്കെ വളരെയധികം പ്രസിദ്ധി ആർജിച്ചതാണ്. 15-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് സാമൂതിരിയുടെ കീഴിലാകുന്നത് വരെ ഈ പ്രദേശം നെടുങ്കനാടിന്റെ അധിപനായിരുന്ന നെടുങ്ങേതിരിപ്പാടായിരുന്നു ഭരിച്ചിരുന്നതെന്ന് ഒരു രേഖയിൽ കാണുന്നുണ്ട്. നെടുങ്ങാടിമാരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയില് ഈ പ്രദേശം കർത്താക്കന്മാരുടെ കീഴിലായിരുന്നു, ആ ക്ഷേത്രമൊക്കെ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ കുറച്ച് വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതലായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മളിപ്പോ ഈ പോകുന്ന ഈ റോഡ് ഇനി കയറി ചെല്ലുന്നത് കച്ചേരിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഈ കച്ചേരിക്കുന്നിനെ കുറിച്ചിട്ട് പറയാനെങ്കിൽ ഒരുപാട് ഉണ്ട് കേട്ടോ. കാരണം ഈ പണ്ട് കച്ചേരിയൊക്കെ നടന്നിരുന്നത് ആ സ്ഥലത്തായിരുന്നു. ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അത് ഇവിടെ നിന്ന് ഇടതുവശത്തേക്ക് പോകുന്ന റോഡാണ് പെരിന്തൽമണ്ണയ്ക്കുള്ളത്. തൂത പാലം കഴിഞ്ഞ് അങ്ങനെ കടന്നു പോകുന്നതാണ്. നെടുങ്കനാട് പ്രദേശം സാമൂതിരി കീഴടക്കിയപ്പോ ഈ പ്രദേശം ഭരിക്കുവാനായി ഏൽപ്പിച്ച തറക്കൽ വാര്യത്തെ ആയിരുന്നു എന്ന് മലബാർ മാനുവലില് കൊടുത്തതായിട്ട് വിക്കിപീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ പേജ് നമ്പർ 631 മുതൽക്ക് 666 കൊടുത്തിരുന്നത്. ഞാൻ ആ പേജുകളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോ
അതിൽ തറയ്ക്കൽ വാര്യത്തെ കുറിച്ച് പരാമർശം കണ്ടില്ല, ചെർപ്പളശ്ശേരിയെ കുറിച്ച് കാണാനുണ്ട്. അപ്പൊ അതിന്റെ ആധികാരികത ഒരു സംശയമുണ്ട്. വേറെ ഒരു രേഖ എന്ന് പറയുന്നത് ഇവരുടെ ചെർപ്പളശ്ശേരിയുടെ പോർട്ടൽ തന്നെ, ഒഫീഷ്യൽ പോർട്ടല് കാണുന്നത് ഈ ഭാഗം ഭരിച്ചിരുന്ന കവളപ്പാറ നായരാണ് എന്നുള്ളതാണ്. അതിനും ഒരു സ്ഥിരത അല്ലെങ്കിൽ ഒരു എവിഡൻസ് ഒന്നും അതിൽ കാണാനില്ല. പിന്നെ ഒന്നിൽ കണ്ടത് തൃക്കിടിരി നായരുടെ കീഴിലായിരുന്നു ഈ പ്രദേശം എന്ന് കാണുന്നുണ്ട്. അങ്ങനെ പലരുടെ കീഴിലായിട്ടുള്ള പ്രദേശമായിട്ടാണ് ചെർപ്പളശ്ശേരിയെ പല രേഖകളിലും കാണുന്നത്. അപ്പൊ അത് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെച്ചു എന്ന് മാത്രം. ചേര പുള്ളച്ചേരി എന്നായിരുന്നു അത്രേ ഇവിടുത്തെ ആദ്യത്തെ യഥാർത്ഥത്തിലുള്ള പേര്. അതത്ര പിന്നീട് ചെർപ്പളശ്ശേരിയായി മാറിയത്. അതായത് ചേരന്മാരുടെ മക്കൾ ഇവിടെ ആയിരുന്നു അത്രേ ജീവിച്ചിരുന്നത്. ഇത് വേറൊരു രേഖയിൽ കണ്ടതാണ്. 1766 ടിപ്പുവിന്റെ പടയോട്ടം മലബാർ മേഖലയിലൂടെ കടന്നുപോയത് ചെർപ്പളശ്ശേരിയിലൂടെ ആയിരുന്നു അത്രേ. അത് ശരിയായിരിക്കാനാണ് സാധ്യത. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ചൂരക്കോട് ഭാഗത്ത് ആ ഒരു കുന്നുണ്ട്, അതിന്റെ താഴെയായിട്ട് ഞാനൊരു വഴിയൊക്കെ കാണിച്ചു തന്നിരുന്നു. അതിലൂടെയാണ് പണ്ട് ടിപ്പു ഒരു കോട്ട പണിയാൻ തുടങ്ങുകയും പിന്നീട് അത് ഉപേക്ഷിച്ചു പോവുകയും ചെയ്ത ഒരു സ്ഥലമുള്ളത്. അപ്പൊ ഈ വഴിക്ക് തന്നെ ആയിരിക്കാനാണ് സാധ്യത അദ്ദേഹത്തിന്റെ പടയോട്ടം നടന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുത്തിരുന്ന ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ചെർപ്പളശ്ശേരി. അതുപോലെ കലാ സാംസ്കാരിക മേഖലകളിലും ഇവിടെ വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 1921 ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരമായി തുടങ്ങുകയും പിന്നീട് മലബാർ കലാപവും മാപ്പിള ലഹളയുമായി മാറിയ ആ കലാപത്തിൽ പങ്കെടുത്ത ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. കലാപത്തിൽ കാക്കത്തോട് പാലം തകർത്തു എന്നും ഗവൺമെന്റിനെതിരെ ഗൂഢാലോചന നടത്തിയുമെന്നും പറഞ്ഞ് കുറ്റം ആരോപിച്ച് അദ്ദേഹത്തിനെ കുതിരയുടെ പുറകിൽ കെട്ടി 14 കിലോമീറ്ററോളം വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ മാതാവായ സാവിത്രി പത്തനാടി മോഴിക്കുന്നത്തെ ഇല്ലത്തെ ജനലിലൂടെ നിസ്സഹായതയോടെ കണ്ണീരോടെ ആ കാഴ്ച കണ്ടു നിന്നു എന്ന് വായിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി പിന്നീട് നിത്യരോഗിയായി മാറിയത്രേ. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ അനുയായിയായ പന്നിയംകുറിശി തുതിക്കാട്ട് കൃഷ്ണൻകുട്ടി നായരും ഈ പ്രദേശത്തെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. നമ്മളിപ്പോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാത ചെർപ്പളശ്ശേരിയിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്കുള്ളതാണ്. അതായത് വെള്ളിനേഴി, അതുപോലെ കോങ്ങാട്, മുണ്ടൂര്, പാലക്കാട് ആ റോഡാണ്. അപ്പോ ഇതിന്റെ അടുത്തൊരു പ്രശസ്തമായ ഒരു ഗ്രാമമുണ്ട്, അത് വെള്ളിനേഴി ഗ്രാമമാണ്. അപ്പൊ അവിടുത്തെ ഒരു പ്രശസ്തമായ ഒരു ഇല്ലം അല്ലെങ്കിൽ ഒരു മന നിങ്ങളെല്ലാവരും കേട്ട് കാണും. അപ്പോ ആ മന ഒന്ന് സന്ദർശിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒളപ്പമണ്ണ മനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പണ്ട് നിളാനദിക്കും കുന്തിപ്പുഴയ്ക്കും കുറുകെ കല്ലടിക്കോട് മുതൽ പള്ളിപ്പുറം വരെ നെടുങ്കനാട് കീഴ്ത്തല എന്നാണ് ചേരന്മാരുടെ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. മഹോദയപുരത്തെ ചേര രാജാക്കന്മാര് നെടുങ്ങാടിമാരെയാണ് നെടുങ്ങാടിനെ ഭരിക്കുവാൻ ഏൽപ്പിച്ചിരുന്നതെന്ന് മുന്നേ പറഞ്ഞിരുന്നുവല്ലോ. നെടുങ്ങാടിമാരുടെ തലസ്ഥാനം പട്ടാമ്പി പള്ളിപ്പുറത്തെ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിനടുത്തുള്ള ചെമ്പുളങ്ങാടായിരുന്നു. ഈ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിനടുത്ത പരിസരങ്ങളിലൊക്കെ ആയിരുന്നു നെടുങ്ങാടിമാരുടെ കോവിലകങ്ങൾ ഉണ്ടായിരുന്നത്. ചേര രാജാക്കന്മാരുടെ ബന്ധുക്കളായ തിരുമുൽപ്പാട് എന്ന വിഭാഗം നെടുങ്ങാടിമാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. 14-ാം നൂറ്റാണ്ടിൽ തിരുമുൽപ്പാടിൽ നിന്നാണ് അത്രേ നെടുങ്കനാട് സാമൂതിരി കീഴടക്കിയത്. 15-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ നിന്ന് വേറെ ഒരു രേഖയിലും കാണുകയുണ്ടായി. നെടുങ്ങാടിയിൽ നിന്നാണ് പിടിച്ചെടുത്തതെന്നും മറ്റൊരു റിസർച്ച് ബ്ലോഗിൽ കാണാനുണ്ട്. വെള്ളിനേഴിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളിനേഴി ഒരു സാംസ്കാരിക കലാഗ്രാമമാണ്. 14-ാം നൂറ്റാണ്ട് മുതൽ സാമൂതിരിയുടെ ആജ്ഞ അനുസരിച്ച് ധർമ്മത്ത് പണിക്കർ കുടുംബമാണ് വെള്ളിനേഴി ഭരിച്ചിരുന്നത്. പിന്നീട് ടിപ്പു സുൽത്താന്റെയും ഹൈദരാലിയുടെയും കാലത്ത് ഈ പ്രദേശം മൈസൂർ ആസ്ഥാനമാക്കിയുള്ള ഭരണത്തിന് കീഴിലായിരുന്നു. 1860 മുതൽക്കാണ് പിന്നീട് ഈ നെടുങ്കനാട്
വള്ളുവനാട് താലൂക്കിന്റെ ഭാഗമായി മാറുന്നത്. നല്ല സൗകര്യപ്രദമായ ഒരു റോഡാക്കി ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട്. പണ്ട് ഇത് 2 വരി റോഡായിരുന്നു, ഇപ്പൊ ഇത് 4 വരി റോഡായി മാറി. വളരെയധികം ഇപ്പോൾ സൗകര്യപ്രദമാണ്. നല്ല വീതിയുള്ള റോഡായതുകൊണ്ട് കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് പാലക്കാട് എത്തിച്ചേരാൻ കഴിയും. വെള്ളിനേഴിയില് ഈ അടുത്ത കാലത്തായിട്ട് രൂപീകരിച്ച കലാഗ്രാമം ഈ പ്രദേശത്തെ കലാകാരന്മാരുടെ ഇഷ്ടപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് ആണ് നമ്മൾ വെള്ളിനേഴിക്ക് തിരിയുന്നത്. ഈ റോഡ് നേരെ വെള്ളിനേഴിക്കാണ്. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഗൂഗിൾ മാപ്പിൽ കണ്ടു. അപ്പോ നമ്മളിപ്പോ പോകുന്നത് ഒളപ്പമണ്ണ മനയിലേക്കാണ്. 70ഓളം കലാവിദ്യകളുള്ള കേന്ദ്രമാണ് വെള്ളിനേഴി. കഥകളി, കൃഷ്ണനാട്ടം, പുള്ളുവൻ പാട്ട് തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ്. വെള്ളിനേഴിയെ കലാഗ്രാമമായി ഈ അടുത്ത കാലത്താണ് പ്രഖ്യാപിച്ചത്. ഒളപ്പമണ്ണ മനയിലും ചില സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അവിടുത്തെ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ചില കളമ്പാട്ട്, മറ്റുള്ള പരിപാടികളൊക്കെ അവിടെയും അരങ്ങേറാറുണ്ട്. കഥകളിയൊക്കെ അവിടെയും ഉണ്ടാവാറുണ്ട്. അത്ര കൃഷ്ണനാട്ടം കളിയെല്ലാം. ഓണപ്പാട്ടിന് പ്രസിദ്ധമാണ് ഈ വെള്ളിനേഴി. അപ്പോ അതിന് പുറമെ കളമെഴുത്ത് പാട്ടുണ്ട്. നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ പല ക്ഷേത്രങ്ങളിൽ പോയാലും അത് കാണാൻ പറ്റും, കളമെഴുത്ത് പാട്ട്. അതുപോലെ കാളകൂട്ടുണ്ട് ഇവിടെ. കാളകൂട്ട് എന്ന് പറയുന്നത് പാടത്ത് കാളകളെ മത്സരിപ്പിച്ച് ഓടിക്കുന്നതാണ്. അതാണ് കാളകൂട്ട് മത്സരം. അത് ഇവിടെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ കോൽക്കളി, ഇതാണ് കലാഗ്രാമം. ധാരാളം കൾച്ചറൽ പ്രോഗ്രാമുകൾ ഇവിടെ ആ കലാഗ്രാമത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ ഈ കോൽക്കളി, കൈകൊട്ടിക്കളി, ചാക്യാര് കൂത്ത്, തോൽപ്പാവ കൂത്ത്, നന്തുണ്ണിപ്പാട്ട് എന്ന് പറയും. അതായത് ഒരു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ് ഈ നന്തുണ്ണി പാട്ട് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാട്ടുണ്ട്. പിന്നെ അതുപോലെ പരിചമുട്ട് കളി, പിന്നെ പാന, ഇങ്ങനെയുള്ള കളികളെല്ലാം ഇവിടെ നടത്താറുണ്ട്. പിന്നെ കുറെ പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുറെ സ്കോളേഴ്സ് എന്ന് പറയും. അതായത് എഴുത്തുകാരനും പണ്ഡിതനുമായ OM അനുജൻ, അതുപോലെ മഹാകവി സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ പ്രതിഭകളുടെ നാടുകൂടിയാണ് വെള്ളിനേഴി. 1904 ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര് വെള്ളിനേഴി കാന്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തില് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അത്ര ഒളപ്പമണ്ണ മനയിലൊക്കെ അദ്ദേഹം വന്നിരുന്നു എന്നൊക്കെ വായിക്കുകയുണ്ടായി. നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഇത്ര വെള്ളിനേഴി ഉള്ളത്. ഇവിടെ കൃഷി ചെയ്തിരുന്നു, പലതരം കൃഷികൾ ചെയ്യുന്നുണ്ട്. ധർമ്മോത്ത് പണിക്കരെയാണ് ഈ സ്ഥലം ഭരിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിരുന്നു. അതാണ് സാംസ്കാരിക മേഖലകൾക്ക് ഇത്ര കൂടുതൽ പ്രാധാന്യം ഇവിടെ ലഭിക്കാനുള്ള കാരണം. ഗൂഗിൾ മാപ്പിൽ ഇവിടെ വെച്ച് എനിക്ക് കൺഫ്യൂഷൻ ആവുകയാണ്. ഏത് റോഡിലേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇവിടെ ചോദിച്ചു നോക്കാം. 3 റോഡ് കാണാനുണ്ട്. ഈ മനയ്ക്ക് എങ്ങനെ പോവാം? മന ഇങ്ങോട്ടാ? അത് ഇടതുവശത്തേക്കുള്ള റോഡിന് പോകാനാണ് അയാൾ പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ ആ വഴി കൂടെ ഒന്ന് പോയി നോക്കാം. പണ്ട് ഈ റോഡിലൂടെ ഞാൻ വരുമ്പോ, അല്ലെങ്കിൽ അവിടെ വെറും കല്ല് ഒക്കെ മുട്ടിയായിട്ടുള്ള റോഡായിരുന്നു. അപ്പൊ കുറെ മാറ്റങ്ങൾ കാണാനുണ്ട്. വഴി തെറ്റിയോ എന്ന് എനിക്കൊരു സംശയം. ഈ മനയിലേക്ക് എങ്ങനെ പോവാ? കുളപ്പമണ്ണ് അവിടെയാണ്. അങ്ങോട്ട് കിഴക്കോട്ടുള്ള റോഡാണോ? അതെ, അവിടെ വെച്ചപ്പോ അത് ഇങ്ങോട്ട് തിരിച്ചു വിട്ടു. അതെ, ശരി. ഇനിയിപ്പോ നമ്മൾ ഈ വന്ന വഴി ഇത്രയും നമ്മൾ തിരിച്ച് പുറകിലേക്ക് പോകണം. അപ്പൊ അയാൾ എന്ത് കണ്ടിട്ടായിരിക്കോ, ഏതെങ്കിലും സ്ഥലം വേറെ ഏതെങ്കിലും സ്ഥലമാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല. അത് തിരിച്ചിട്ടായിരിക്കും അവിടെ ഉള്ള ആൾ ഇങ്ങോട്ട് തിരിച്ചു വിട്ടത്. എന്തായാലും പോയി നോക്കാം. പണ്ട് ഒരു 10-35 വർഷം മുമ്പ് ഞാന് ഇവിടെ ഈ ഒളപ്പമണ്ണ മനയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ റോഡൊന്നും ഇത്ര വികസിച്ചിട്ടുണ്ടായിരുന്നില്ല.
ഇപ്പോഴാണ് ഒന്ന് കൺഫ്യൂഷനായി പോയത്. അപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക് കമ്പനി ഉണ്ടായിരുന്നു. അതിൽ ഒരു ഡപ്പി, അതായത് ഈ പ്ലാസ്റ്റിക്കിന്റെ ഡപ്പി ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. ഇവിടുന്ന് നേരെ ആ കാണുന്ന കോൺക്രീറ്റ് റോഡിലൂടെ ഇറങ്ങാനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങനെ പോവാം. എനിക്ക് വഴി പറഞ്ഞെന്ന ആൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ ഒന്നും പറയാൻ പോയില്ല. അപ്പോൾ ആ പ്ലാസ്റ്റിക് കമ്പനി കാണാൻ വേണ്ടി വന്നതാണ്. അന്ന് ഈ റോഡൊന്നും ടാർ ചെയ്തിട്ടില്ല. ഇത് മനയിലേക്കുള്ള വഴി തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ എന്താ പ്രശ്നം, ഈ ടൂ വീലറിൽ വരുമ്പോൾ കുറച്ചും കൂടി സൗകര്യമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. കാറിലാവുമ്പോൾ ഉള്ളൊരു കുഴപ്പം, നമുക്കത് തിരിച്ച് പോരുമ്പോഴേ അതിനുള്ള വീതി സ്ഥലത്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊരു കുന്നിന്റെ താഴത്തേക്കാണ് റോഡ്, കുടുങ്ങില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഈ ഇടതുവശത്ത് കാണുന്ന സ്ഥലങ്ങളൊക്കെ മനയുടെ സ്ഥലമാണെന്ന് വിചാരിക്കാം. കാരണം 10-16 ഏക്കർ സ്ഥലമുണ്ട് ഈ ഒളപ്പമണ്ണ മനയിലേക്ക്. ഞാൻ പ്രധാനമായിട്ടും ഈ മന നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ ബോർഡ് ഉണ്ട്, ഒളപ്പമണ്ണ മന എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ തെറ്റിയിട്ടില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഗേറ്റിന്റെ അവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അത് ലോക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പോ അതിക്രമിച്ച് കടക്കരുത്, സ്വകാര്യ സ്വത്ത് ആണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ പുറത്തേക്കൊന്നും ഇറങ്ങാനും പറ്റില്ല, ചോദിക്കാതെ നമ്മൾ ഫോട്ടോ എടുക്കാനും ഒന്നും പാടില്ലല്ലോ. ഇതിനെക്കുറിച്ച് ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടുത്തൊന്നും ആരും കാണാനില്ല. അത് താഴത്തേക്കൊന്ന് ഇറങ്ങിപ്പോയി നോക്കാം. അപ്പോ അവിടെ അടുത്തുള്ള ഒരാളോട് ഇതിന്റെ ഫോൺ നമ്പറോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്കൊരു ഫോൺ നമ്പർ കിട്ടി. ആ ഫോൺ നമ്പറിൽ ഞാൻ ഇവരെ ബന്ധപ്പെട്ടു. ഇപ്പൊ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൂടിയിട്ടുണ്ട് അത്ര, മുൻകൂട്ടി വിളിച്ചു പറയുകയൊക്കെ വേണം അത്ര. എന്തായാലും ഇതിന്റെ മുന്നിലാണ് എൻട്രൻസ്, ആ ഭാഗത്തേക്ക് വരാൻ പറഞ്ഞു. ആസൈ പുന്നകൈ മൂഞ്ചിയിൽ മൂഞ്ചി 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 മൂഞ്ചിയിൽ. ഒന്നും വിചാരിക്കണ്ട കേട്ടോ. മന തുറന്ന് കാണിച്ചു തന്നു. 8 മനയാണ്, 300 വർഷം പഴക്കമുള്ള മനയാണ്. വേറെ മനയുടെ ഉള്ളിൽ ഒന്നുമില്ല. പക്ഷെ കോമ്പൗണ്ടിന്റെ അകത്ത് ഫോട്ടോ എവിടെ നിന്ന് എടുക്കുന്നുണ്ടെങ്കിലും 500 രൂപ കൊടുക്കണം. അതല്ല മൊബൈലിലാണെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും 3000 രൂപ കൊടുക്കണം. അപ്പൊ നമുക്ക് വരുമാനമൊന്നും യൂട്യൂബൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വരുമാനം ആകുമ്പോൾ വന്ന് എടുക്കാം. യാത്ര തുടരുന്നു.